ആലപ്പുഴ, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്കത്തെ പുതിയ ബണ്ടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ 3 മാസത്തിനുള്ളിൽ ബണ്ടിലൂടെ വാഹനം ഓടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. അതേസമയം ടൂറിസം വികസനം കൂടി ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന ബണ്ടിന്റെ 30 കോടി രൂപയുടെ ബില്ല് മാറാത്തത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗം കുറയ്ക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 1957-ലാണ് ആലപ്പുഴ, കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബണ്ട് തണ്ണീർമുക്കത്ത് നിർമ്മിച്ചു തുടങ്ങിയത്. 10 വർഷങ്ങൾക്കുപുറം 1967-ൽ ബണ്ടിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി. രണ്ടാം ഘട്ടം 1974 പൂർത്തിയാക്കി. അതിലൂടെ വാഹനവും ഓടിത്തുടങ്ങി. ഈ 2 ബണ്ടുകൾക്കും ഇടയിലുള്ള ഭാഗത്തെ മൺചിറയിലെ റോഡിലൂടെയായിരുന്നു വാഹനങ്ങൾ യാത്ര ചെയ്തിരുന്നത്. ഈ ഭാഗത്താണ് ഇപ്പോൾ പുതിയ ബണ്ട് നിർമ്മിക്കുന്നത്. ആദ്യഘട്ടം പൂർത്തിയാക്കി 40 വർഷം പിന്നിട്ടപ്പോഴാണ് കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പുതിയ ബണ്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 220 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പുതിയ ബണ്ടിൽ 2 ലോക്കുകളടക്കം 30 ഷട്ടറുകളുണ്ട്. ഒപ്പം നിലവിലുള്ള ബണ്ടുകളിലെ ഷട്ടറുകൾ മാറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച പുതിയ ഷട്ടറുകൾ ഘടിപ്പിക്കുകയും ചെയ്യും. ഈ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. 3 മാസത്തിനുള്ളിൽ തണ്ണീർമുക്കത്തെ പുതിയ ബണ്ടിലൂടെ വാഹനം ഓടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. കുറഞ്ഞ ഒരു 3 മാസം കൊണ്ട് നമുക്ക് പണി തീർക്കാവുന്നതാണ്. ആ പണികളിലെല്ലാം വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം വികസനം ലക്ഷ്യമിട്ട് പുതിയ ബണ്ടിന്റെ സമീപത്തായി 120 ചതുരശ്ര മീറ്ററിൽ 2 കൃത്രിമ തുരുത്തുകൾ നിർമ്മിക്കാനുള്ള പ്രവൃത്തിയും ആരംഭിച്ചിരുന്നെങ്കിലും ചില സംഘടനകളുടെ എതിർപ്പ് മൂലം അത് വൈകുകയാണ്. ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിൽ 30 കോടി രൂപ സംസ്ഥാന സർക്കാർ കരാറുകാരന് നൽകാനുണ്ട്. ഈ 2 പ്രശ്നങ്ങളും പദ്ധതിയുടെ നിർമ്മാണത്തിന് തടസ്സമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വേമ്പനാട് കായലിന്റെയും പാതിരാമണൽ ദ്വീപിന്റെയും ഭംഗിയുള്ള കാഴ്ചകൾ സമ്മാനിക്കും ഈ പാത. ആ ഭംഗിയുള്ള സന്തോഷകരമായ യാത്രയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ക്യാമറാമാൻ രാഹുൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.